ഓം വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 5 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിഹാരങ്ങൾക്കാണ് ഈ പ്രോഗ്രാമിൽ പ്രാധാന്യം. എപ്പോഴും അത് പറയാറുണ്ട്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ഗ്രഹസ്ഥിതി, അതായത് ഗ്രഹനില, ഗ്രഹങ്ങളുടെ ചാരഫലം എന്നുള്ളത് സൂചനകൾ മാത്രമാണ് എന്നുള്ള കാര്യം അറിയാം. ബേസിക് ഹൊറോസ്കോപ്പ്, അടിസ്ഥാന ജാതകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ജനറ്റിക് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എന്നുള്ളത് ബേസിക് ഹൊറോസ്കോപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വാട്ട് യു ക്യാൻ ആക്ച്വലി ഡു, വാട്ട് യു ആർ ഡൂയിങ്, വാട്ട് യു ഹാവ് ഡൺ എന്ന് കാണിക്കുന്നതാണ് ഈ ചാരഫലം എന്ന് പറയുന്നത്. അതായത് ബേസിക് ഹൊറോസ്കോപ്പിൽ ഒരു ഇൻഡിക്കേഷനുണ്ട്. ഇപ്പോൾ വിവാഹകാലമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചാരഫലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം വിവാഹത്തിന് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതയേറും. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പരിശ്രമം മതി, വിവാഹം നടക്കും. അതുപോലെ പഠിത്ത കാര്യങ്ങളിലായാലും ജോലിക്കാര്യത്തിലായാലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബേസിക് ഹൊറോസ്കോപ്പ്, പിന്നെ ചാരവശാലുള്ള ഫലങ്ങൾ, പിന്നെ മറ്റ് പല ഘടകങ്ങളുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അതാണ് നമ്മൾ പ്രശ്നരാശിയിലൂടെ ചിന്തിക്കുന്നത്, വാസ്തുവിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി അതിനകത്ത് വരും, ഇൻ അഡീഷൻ ടു ചാരവശാലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഹൊറോസ്കോപ്പ്. അതിൽ നിന്ന് പിന്നെ പരദേവതാ പ്രീതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലർക്ക് ദൈവാധീനം വളരെ കൂടുതലായിരിക്കും, ചിലരുടെ പ്രാർത്ഥന പെട്ടെന്ന് ഫലിക്കും. അങ്ങനെയുള്ളവർക്ക് ദോഷകാലമാണെങ്കിൽ പോലും അത് അത്രത്തോളം അനുഭവേദ്യമാകണം എന്നില്ല. അതുപോലെ ദൈവാധീനം വർദ്ധിപ്പിക്കാനായി ശ്രമിക്കേണ്ട ഒരു കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്. അതായത് ദൈവാധീനം കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ദൈവാധീനം ഉണ്ട്. അതെങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും കാലം മെച്ചപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതിലും സംശയമുണ്ട്. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥതലം കൈവരും എന്നുള്ളതാണ്, പുതിയൊരു മീനിങ് കൈവരും. നമ്മൾ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമാകും എന്നും ഇപ്പോഴത്തെ പ്രയാസങ്ങൾ പൂർണ്ണമായി നീങ്ങുമെന്നും ഇതിനൊക്കെ ഒരു കാലമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലൊരു ശുഭാപ്തി വിശ്വാസം ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി വളരെ ആക്റ്റീവായിട്ടുള്ള ഡൈനമിക് ആയിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ സ്വയം അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള വിജയം ഇതിലൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ജീവിതം നമുക്ക് വിജയത്തിൽ എത്തിക്കുവാൻ കഴിയും, അതിലും സംശയം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ പെരുമാറ്റത്തിൻ്റെ പ്രത്യേകതകൾ കുറച്ചുകൂടി മെച്ചമാകും, അതായത് അനുകൂലമാകും എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതുകൊണ്ട് തന്നെ ഗൃഹത്തിലും നമ്മുടെ സൗഹൃദത്തിലും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മളിലെ ഉള്ളിലെ സന്തോഷം വർദ്ധിക്കും. അങ്ങനെ ജീവിതം കൂടുതൽ അർത്ഥസമ്പുഷ്ടമാകും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. പണച്ചെലവേറെയുള്ള ഒരു വാരമാണ്. പക്ഷെ പണച്ചെലവ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അധികം ടെൻഷനൊന്നും ഉണ്ടാവില്ല, കാരണം വരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനോ, അക്വിസിഷൻ ഓഫ് കോസ്റ്റ്ലി ഐറ്റംസ് നമ്മൾ പറയും, അപ്പോൾ അതിനുള്ള ഭാഗ്യമുള്ള ഒരു കാലമാണ്. വാഹനം എക്സ്ചേഞ്ച് ചെയ്യുക, പുതിയ വാഹനം വാങ്ങുക, വാഹനമൊക്കെ ഒന്ന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലക്ഷറി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്യുക, ഇതിനൊക്കെ ഏറെ സാധ്യതയുള്ള ഒരു വാരമാണെന്നറിയാം. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുക, ഓർണമെൻറ്റ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ ഡ്രസ്സോ ഒക്കെ ഗിഫ്റ്റായിട്ട് ലഭിക്കുക, ഇതിനുമൊക്കെ പ്രാധാന്യമുള്ള അല്ലെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. ജോലിയിൽ കുറച്ച് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ ബെറ്റർ ജോബ്, പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുക, ഇതിനൊക്കെയുള്ള സാധ്യത വളരെയധികമുണ്ട്. എന്നാൽ ആദ്യം ഒരു ടെൻഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പലതും ലഭിക്കുക എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ ആദ്യത്തെ ടെൻഷൻ വരുമ്പോൾ ഇപ്പോൾ എന്താ ഇപ്പോൾ ഇത് കിട്ടുമോ എന്നൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് ലഭിക്കാനുള്ള സാധ്യത
സാധ്യതയേറെയുള്ള സമയമാണ്. കുറച്ച് ലംസം ക്യാഷ് വന്നു ചേരാനും ഭാഗ്യമുള്ള സമയമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. എല്ലാ എത്ര നല്ല സമയം വന്നാലും ആ രാശിയിൽ ജനിച്ചൊരു കുറച്ച് പേർക്ക് സാമ്പത്തിക പരാധീനതയുണ്ടാകും. കാരണം വർഷങ്ങളായിട്ടുണ്ടാക്കി വെച്ച കടം അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർക്ക് ഇതിപ്പോൾ നല്ല സമയം പറഞ്ഞിട്ട് നല്ല സമയം വരുന്നില്ലല്ലോ, കുറച്ച് പണം കിട്ടി അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. ആ പണം കിട്ടുന്ന പണം മെച്ചമായിട്ടുള്ള ഒരു കാലത്ത് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അത് നമ്മൾ അവെയിൽ ചെയ്യണം, അത് വേണ്ട രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്ത് ആ പണം വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ സമയത്താണ് പണ്ട് ആചാര്യന്മാർ ജ്യോതിഷികളൊക്കെ പറയുമായിരുന്നു, ആചാര്യസ്ഥാനീയർ അതായത് നമ്മുടെ ടീച്ചേഴ്സ്, കാരണമസ്ഥാനീയർ, നമ്മുടെ ഗൃഹത്തിലെ സീനിയർ ആയിട്ടുള്ള മെമ്പർ, അവരുടെയൊക്കെ ഉപദേശം വാങ്ങി മുന്നോട്ട് പോയിക്കോളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്ന് പണ്ട് ജ്യോതിഷികൾ പറഞ്ഞിരുന്നത് ഈ സമയത്ത് പ്രസ്തവ്യമാണ്. അത് വളരെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ജീവിത വിജയം സുനിശ്ചിതമാകും. സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങളുള്ളവർ അടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ ഗണപതിയെ പ്രത്യേകം വണങ്ങി തടസ്സങ്ങളൊക്കെ നീക്കുവാനായി പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകൾ വരാം. കൂടുതൽ യാത്രകൾ വരുന്നതുകൊണ്ട് തന്നെ അവിചാരിതമായിട്ടുള്ള ചെലവുകൾക്കുള്ള സാധ്യത ഏറെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം. അവിചാരിതമായിട്ടുള്ള ചെലവുകൾ വരാം എന്നുള്ളതുകൊണ്ട് പലപ്പോഴും സ്റ്റോർഡ് അപ്പ് മണി അങ്ങോട്ട് എക്സോസ്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ആഡംബരങ്ങൾക്കായി പണം തൽക്കാലം ചെലവാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഒരു നിയന്ത്രണം വേണം. അത് പിന്നീട് ആകാം എന്ന് പ്രത്യേകിച്ചറിയാം. വിദ്യാർത്ഥികൾക്ക് വിജയിക്കാൻ ഭാഗ്യമുള്ളൊരു സമയം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഹാർഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് വർക്ക് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് കോഷ്യസ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രിപ്പയർ ചെയ്യുക. ജോലി സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഈ ബിസിനസ് ചെറിയ കച്ചവടക്കാർക്കൊക്കെ അവരുടെ സെയിൽസൊക്കെ ഒന്ന് വർദ്ധിക്കാനും അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പൊതുവേ ഒരു സന്തോഷകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വരാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊള്ളുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴാഴ്ചകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ മാത്രമല്ല നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള വഴി തുറക്കുകയും ചെയ്യും. ബിസിനസ്സിൽ പുരോഗതി വരും. പിന്നെ വീടൊക്കെ മാറാനുള്ള ഭാഗ്യം ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന ആ പ്രദേശത്ത് ചെറിയ ചെറിയ ടെൻഷൻസ് വരാനും അയൽക്കാരുമായിട്ട് കലഹമൊന്നും വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് അറിഞ്ഞോളൂ. പ്രാർത്ഥന തീർച്ചയായിട്ടും നേട്ടങ്ങൾ നൽകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അകലുവാനുള്ള സാധ്യത ഏറെയുള്ള ഒരു കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണത്തോടുകൂടി പെരുമാറേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നു. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞ കാലങ്ങളിലുള്ളവർക്ക് സംയമനം കൊണ്ട് അത് മെച്ചപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ അകന്നു നിൽക്കുന്നവർക്ക് അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും നമ്മുടെ ശ്രമം കൊണ്ട് കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വളരെയധികം ചെലവ് വരാനുള്ള സാധ്യതയും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, ചെറിയ വീഴ്ച മുറിവ്. അതുകൊണ്ട് രാത്രികാല സഞ്ചാരം, ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, അഡ്വഞ്ചറസ് ട്രിപ്സ് ഇതൊന്നും പാടില്ല. ഈവൻ ഒരു 2 വീലർ ഡ്രൈവ് തന്നെ കുറയ്ക്കുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം അറിയാം. ജോലിസ്ഥലത്ത് കൊളീഗ്സിനെ കൊണ്ടോ സുപ്പീരിയർ ഓഫീഷ്യൽസിനെ കൊണ്ടോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ ഈ വാരം കാണുന്നു. ജോലി മാറുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ ജോലി മാറുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഈ വാഹനം വാങ്ങുന്നവർ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ഒന്നും തൽക്കാലം വാങ്ങുന്നത് അത്ര നല്ലതല്ല എന്നാണ് കാണുന്നത്.
വാങ്ങുകയാണെങ്കിൽ തന്നെ യു ഗോ ഇൻ ഫോർ എ ന്യൂ വൺ എന്നുള്ളതാണ്. കാരണം പിന്നീട് അത് വളരെയധികം ചിലവും അത് ബാധ്യതയായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഇപ്പം നല്ല സമയമല്ല, പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർ, പിന്നെ ഈ മീഡിയയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും ഇപ്പം നല്ല സമയമല്ല. അവർ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പല പ്രയാസങ്ങളും നീക്കുവാൻ കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. പ്രണയിക്കുവാൻ നല്ല സമയമല്ല. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് തോട്ട് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയാം. ബിസിനസ്സിലും പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുന്നത് തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി ബുധനാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. ശ്രീകൃഷ്ണ സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് പൊതുവെയുള്ള ഈ പറഞ്ഞ ടെൻഷൻസും പ്രയാസങ്ങളും ഒക്കെ തന്നെ നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി പുണർദോസന്റെ കാൽഭാഗം പൂയം ആയില്യം. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ പറ്റിയൊരു കാലമാണ് ഇപ്പം നടക്കുന്നതെന്നുള്ളതാണ്. പല സൂചനകളും അനുകൂലമായിട്ടുള്ള പല സൂചനകളും ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ പല പല പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അധിക പണച്ചെലവ്, ഈ വരുമാനത്തിന് ബ്ലോക്ക്, ഉള്ള ജോലി തന്നെ പ്രയാസങ്ങളിൽ എത്തുക, ജോലിയിലെ തടസ്സം, ചിലർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത, ഇതൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ചില സൂചനകൾ കണ്ടു തുടങ്ങും. വസ്തുവിൻ്റെ ക്രയവിക്രയം, അതായത് പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻസൊക്കെ നടക്കുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളിലും സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വരാം. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളെ കണ്ടുമുട്ടുവാൻ, അല്ലെങ്കിൽ കൂട്ടുകാരെ കണ്ടുമുട്ടുവാൻ, പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കുവാൻ ബിസിനസ് രംഗത്തുള്ളവർക്ക്, ചിലർക്ക് യങ്സ്റ്റേഴ്സിനും ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്കും പ്രണയിക്കുവാനുള്ള സാധ്യത, പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യം, വിവാഹ കാര്യങ്ങളിൽ വളരെ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതായിട്ടുള്ളൊരു സൂചനയും ആലോചനകൾ വരുന്ന ഒരു സമയവുമാണ് എന്നറിയാം. ദൂരയാത്രയും യാത്ര കൊണ്ട് നേട്ടങ്ങളും പുതിയ പരിചയങ്ങൾ കൊണ്ട് നേട്ടവും, ഒരു കോൾ ഫ്രം എ ഡിസ്റ്റൻറ്റ് പ്ലേസ്, വളരെ ദൂരത്ത് നിന്നൊരു വാർത്ത, അനുകൂലമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. കുറച്ചൊരു പണമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഈ രാശിയിൽ ജനിച്ചവർക്ക് പലർക്കും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കടത്തിൽ നിന്ന് ഭാഗ്യത്തിൽ നിന്ന് ബാധ്യതയിലേക്ക് പോകുന്ന കാലം എന്ന് പറയാം, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു അഡീഷണൽ ഇൻകം വരുന്നത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത് കൊണ്ട് പഴയ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുവാനും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുവരുന്നതുകൊണ്ട് ഭാവി ഭദ്രമാക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ ഒരു വളരെ ഫൗണ്ടേഷൻ ഏറ്റവും നല്ലൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ രാശിക്കാർ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തമാണ്. കാലത്തെ ഭദ്രമാക്കുന്ന ആരോ അവളെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരാണ്? ഭദ്രകാളി. സംശയമൊന്നും തന്നെ വേണ്ട. ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഭദ്രകാളി പ്രാർത്ഥന സാന്നിധ്യം കൊണ്ട് നേട്ടങ്ങൾ വരുന്ന വ്യക്തികളാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ കാലത്തെ ഭദ്രമാക്കുന്ന കാളിക്കാലം. അപ്പോൾ കാളി സ്തോത്രങ്ങൾ ജപിക്കുക. ഭദ്രകാളി സ്തോത്രം ദിവസവും ജപിക്കുക. ഒരു 5 പ്രാവശ്യം ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ജപിച്ചോളൂ. ഇഷ്ടസൂക്തമുണ്ട്. കേശാഗ്നിങ്കേശി വിശങ്കേശി എന്നാരംഭിക്കുന്ന സ്തോത്രമാണ്. ആ സ്തോത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ദിവസവും 5 പ്രാവശ്യം ജപിച്ച് ചൊവ്വാഴ്ചകളിൽ, പറ്റുമെങ്കിൽ വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിനുള്ളിൽ പോയി ഒരു 27 പ്രാവശ്യം കൂടി ജപിച്ചോളൂ. ഭദ്രകാളിയുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവും. കൂടെ സംശയം വേണ്ട അതിനകത്ത്. അപ്പോൾ കൂടെ ഉണ്ടാവും ഭദ്രകാളി. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ഭാഗ്യവർദ്ധനയ്ക്കും ദേവി സഹായിച്ചോളും. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. കാരണം പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയാം. ആഗ്രഹിച്ചിരുന്ന ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഇതിപ്പോൾ എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷന് വേണ്ടി അധികം പണം മുടക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ പുതിയ കോഴ്സസിന് ചേരുമ്പോൾ തന്നെ അത് നമ്മളെക്കൊണ്ട് കഴിയുമോ എന്നുള്ള കാര്യം നേരത്തെ ഒന്ന് നിശ്ചയിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. അതായത് നമ്മുടെ സൗഹൃദം പലപ്പോഴും ഒരു ബാധ്യതയായിത്തീരുന്ന ഒരു കാലമാണ്. നമ്മൾ വളരെ സന്തോഷകരമായിട്ട് അവരുമൊക്കെ ആയിട്ട് ബിഹേവ് ചെയ്യുമെങ്കിലും അത് ഒരു ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ വരാം. ചിലപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ട് ഇതുവരെയായിട്ടും ഇല്ലാതിരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അവർ കാരണക്കാരാകണമെന്നില്ല, അവർ ജസ്റ്റ് ഒരു നിമിത്തം മാത്രം, നമ്മൾ എന്തെങ്കിലും ഒരു ആരോപണ വിധേയനാകുവാനോ എന്തെങ്കിലും ചെറിയ ട്രാഫിക് ഒഫൻസോ കോർട്ട് കേസസോ ഒക്കെ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ കൂട്ടുകാരുമായിട്ടുള്ള പിക്നിക്സ്, രാത്രികാല സഞ്ചാരം ഒക്കെ കുറച്ചുള്ളൂ. പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണം. പ്രണയിക്കുവാൻ ഒട്ടും നല്ല സമയമല്ല. അതുപോലെ പ്രണയം തൽക്കാലം വിവാഹത്തിലേക്ക് പോകുന്നത് ഒരു കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം മതി. വിവാഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ആലോചന വരുമ്പോഴും അത് വേണ്ടത്ര അന്വേഷണം നടത്തി ജാതക പരിശോധനയ്ക്ക് ശേഷം മാത്രം വിവാഹ നിശ്ചയത്തിലേക്ക് പോവുക. കാരണം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറെ സാധ്യതയുള്ള കാലമാണ് എന്നുള്ളതാണ്. അത്യാവശ്യം വേണ്ടത് ശനിപ്രീതിയാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ എല്ല് കിഴി തെളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശനി സ്തോത്രം അല്ലെങ്കിൽ ശനി മന്ത്രം കൂടി ജപിച്ചോളൂ. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഓം ശനൈശ്വരായ നമഃ. ഇതുകൂടി അങ്ങോട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, തടസ്സങ്ങൾ നീങ്ങും, സാമ്പത്തികമായിട്ട് അല്പം മെച്ചമാകും, മനസ്സിന് സന്തോഷവും കുടുംബത്തിൽ സമാധാനവും ഈ പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ജോലി സ്ഥലത്തുണ്ടായിരുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണം അല്ലെങ്കിൽ കൊളീഗ്സിനെ കൊണ്ടുള്ള ചില ടെൻഷൻസ്, സുപ്പീരിയർ ഓഫീഷ്യൽസുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, ഇതൊക്കെ കുറയുന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയിലൊരു കോൺഫിഡൻസും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കും. കലാ, സാഹിത്യം, സംഗീതം, സിനിമ, TV ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുവാനും ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുവാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ബിസിനസ് രംഗത്ത് പുരോഗതി ദൃശ്യമാകും എന്നുള്ളതാണ്. പുതിയൊരു ബിസിനസ് മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള ലോണ്, ക്രെഡിറ്റ് സൗകര്യം, ഗവൺമെൻറ് സാങ്ഷൻ ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് അതിലൊരു തീരുമാനം തീർച്ചയായിട്ടും ലഭിക്കും. വൈകാരികമായിട്ടുള്ള, ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്തൊരു സമയം ആരംഭിച്ചിട്ടുണ്ട്. അത് ഔചിത്യപൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വീട് വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനോ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വാഹനം തന്നെ വാങ്ങുവാനോ ഭാഗ്യമുള്ള സമയമാണെന്നും പ്രത്യേകിച്ചറിയുക. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുകയും അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങി ഒരു കുറച്ച് സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുറച്ചു കാലമായിട്ട് അല്പം ഒരു തടസ്സമൊക്കെ മാറിയതായിട്ട് അനുഭവപ്പെട്ട പലർക്കും ഇപ്പോൾ തടസ്സങ്ങൾ കൂടുതൽ വരുന്നില്ലേ എന്നുള്ളൊരു സംശയമുണ്ടാകും. ഇപ്പോൾ കാര്യം ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു സംശയം. ആത്മവിശ്വാസത്തിൽ അല്പം കുറവ്. പുതിയൊരു ബിസിനസ്സിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചാലോ അത് ശരിയാവുമോ, ഇപ്പോഴത്തെ ബിസിനസ് തന്നെ അത്ര നന്നായിട്ട് പോകുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയും വരാം. വിവാഹ കാര്യങ്ങളിലും കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടവർക്ക് അല്പം വിഷമം ഉണ്ടാകും. എങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ എന്താ ഇങ്ങനെ ആലോചനയൊന്നും വരുന്നില്ല, അല്ലേ വന്നതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ജാതകം ചേരുന്നില്ല എന്നൊക്കെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനൊരു ആത്മവിശ്വാസക്കുറവും ഒരു ചെറിയ വിഷമത്തിൻ്റെ ഒരു മൂഡും എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ആദ്യം അറിയുക. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതിനായിട്ട് ശിവസ്തോത്രം ദിവസവും ജപിക്കുക എന്നുള്ളതാണ്. വിവാഹിതർ ശിവപാർവതി സ്തോത്രം
സ്തോത്രം ജപിച്ചോളൂ. ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. ദീപവും നിവേദ്യവും ഉണ്ടെങ്കിൽ അത്രയും നല്ല. നിവേദ്യമായിട്ടൊരു ചെറുപഴം ധാരാളം മതി. അങ്ങനെയുള്ളവർക്ക് വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ആ തടസ്സം ആയിട്ട് തോന്നിയത് ഒക്കെ അങ്ങോട്ട് മാറുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ രാശിയിൽ ജനിച്ചവർക്ക് ചിലർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, 48 വയസ്സ് 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സും ഒക്കെ വരാം. ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ശ്വാസം മുട്ട, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഒക്കെ വരുന്ന ഒരു സമയമാണ്. ധന്വന്തരി സ്തോത്രം കൂടി ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങി ദീർഘായുസോടുകൂടി ഇരിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഒരുങ്ങി വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അനുകൂലമായി വരുന്നതായിട്ട് തോന്നും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ബിസിനസ്സിനൊരു സാങ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ അങ്ങോട്ട് ശരിയായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുപോലെ ജോലിയിൽ വളരെ അലേർട്ടായിരിക്കണം. എവിടെയൊക്കെ വേക്കൻസി വരുന്നു അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ജോലിയെങ്കിലും ലഭിക്കാൻ ഭാഗ്യമുള്ള സമയമാണ്. ജോലിയുള്ളവർക്ക് പുതിയ ജോലി, വിദേശത്തും ദൂരദേശത്തും ജോലി, MNC പ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. സാലറി അരിയേഴ്സോ DA അരിയേഴ്സോ ഒക്കെ ലഭിക്കുവാനുള്ള യോഗം ഈ വാരം കാണുന്നു. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുറച്ചു കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സം വന്നവർക്ക് വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ മനസ്സിനിഷ്ടപ്പെട്ട ജീവിത പങ്കാളി വന്നു ചേരുകയോ പ്രണയത്തിനുള്ള ഭാഗ്യമോ പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമോ ഒക്കെ ഈ വാരം കാണുന്നു. വൈകാരികമായി പല കാര്യങ്ങളിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരാം. വളരെ കാലമായിട്ട് കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയോ കൂട്ടുകാരിയോ ഒക്കെ കണ്ടുമുട്ടുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഔട്ടിംഗ്, പിക്നിക് ഇതൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ബിസിനസ്സിലും പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ബിസിനസ് പുരോഗതിയിലേക്ക് പോകുന്നതായി അനുഭവപ്പെടുന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഫലസൂചനകൾ ഏറെയുള്ള ഒരു കാലമായതുകൊണ്ട് അടുത്ത മഹാക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്ന ദിവസങ്ങളിൽ ഒക്കെ വണങ്ങുക എന്നുള്ളതാണ്. അവിടെ ഒരു ഗണപതി ഹോമം കൂടി കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ശ്രീ ഗണേശ സ്തോത്രം ദിവസവും ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു. എന്നാൽ സൂചനകൾ വന്നിട്ട് അതങ്ങോട്ട് മെറ്റീരിയലൈസ് ചെയ്യുന്നതിൽ, അതങ്ങോട്ട് ലഭിക്കുന്നതിൽ ചില തടസ്സങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് ടെൻഷൻ ഏറിയിരിക്കും എന്നുള്ളതാണ്. അതായത് ജോലിയിലൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടും, ഈ ആഴ്ച എന്തെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകും. പക്ഷെ നമ്മൾ കാത്തിരിക്കും. പലപ്പോഴും ആ ഡെവലപ്മെൻറ്റ് അങ്ങോട്ട് വരണമെന്നില്ല. അനുകൂലമായിട്ടുള്ള ആ സാധ്യതകൾ സൂചനകൾ നൽകി അങ്ങോട്ട് മറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ സൂചനകൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അത്യാവശ്യം. അതിന് ദൈവാധീനം, വ്യാഴൻ മറഞ്ഞിരിക്കുന്ന കാലം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ പ്രണയത്തിന് നല്ല സമയമല്ല. വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജോലി മാറുന്നതിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട. ഇപ്പോൾ എന്തെങ്കിലും ജോലി സ്ഥലത്ത് പ്രയാസമുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ജോലി സ്ഥലത്ത് സംസാരിക്കുന്നതൊക്കെ ഒന്ന് നിയന്ത്രിച്ചോളൂ. അന്യരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട തൽക്കാലം. എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ തന്നെയോ അതിങ്ങനെ നമ്മളത് വ്യക്തമായിട്ടുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുവാൻ പറ്റിയ സമയമല്ല. കാരണം തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പണച്ചെലവ് ഏറെയായിരിക്കും. പണം കണ്ടെത്താനായിട്ട് ചില ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്പം ബുദ്ധിമുട്ടി എന്ന് വരാം. ഇനിയിപ്പോൾ ഇത് തുടരുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ അങ്ങോട്ട് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവം കുളാഭരണം തമാലം എന്നാരംഭിക്കുന്ന കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തിക പ്രയാസങ്ങൾ പ്രത്യേകിച്ചും നീങ്ങിപ്പോയി കുടുംബത്തിലെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ചെറിയൊരു വരുമാന മാർഗം വരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുന്നവർക്ക് ചില അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുവാനും ചെറിയൊരു ജോലിയെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു. ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ ചാൻസസ് അല്ലെങ്കിൽ ശമ്പള കൂടുതൽ, അരിയേഴ്സ് ലഭിക്കുവാനുള്ള ഭാഗ്യം, ഇങ്ങനെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള സൂചനകളും പൊതുവേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുവാൻ, അതായത് ഹോം അപ്ലയൻസസ് വാങ്ങാനുള്ള സാധ്യത, വാഹനം എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ള ഒരു യോഗം, പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം, ഇങ്ങനെ പൊതുവെ ലക്ഷറി ഐറ്റംസിൻ്റെ നേട്ടങ്ങൾ, കോസ്റ്റ്ലി പ്രസൻസ് ലഭിക്കുവാനോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സും ഡ്രസ്സും വാങ്ങുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരും. കുറച്ചു കാലമായിട്ട് കുറഞ്ഞിരുന്ന ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് അത് കുറവായിരുന്നു കഴിഞ്ഞ കാലത്ത്, അത് കുറച്ച് നന്നായിട്ട് വരും. കുറച്ചുകൂടെയൊക്കെ ലക്ഷ്യബോധത്തോടുകൂടി പെരുമാറുവാനും അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചെറിയ വിവാഹ കാര്യത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം, ശനിദോഷം, ഇങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അതൊക്കെ ജാതകത്തിലുള്ളവർ പരിഹാരം ചെയ്യുക. അതിന് ഒരു ജ്യോതിഷിയെ കണ്ട് പരിഹാരം ചെയ്തോളൂ. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കുവാനും ബിസിനസ്സിൽ വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സിനിമ, TV, ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കോളും. മുകുന്ദാഷ്ടകം ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കുവാൻ വളരെ നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബത്തിന് നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രയും അലച്ചിലും കാണുന്നു. യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടക്കണം എന്നില്ല. കുറച്ച് ക്യാഷൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് പല വഴിക്ക് പോകാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പഴയ ബാധ്യതകളുള്ളവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ ചില നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പണം വരുന്നത് ഏതെങ്കിലും വഴിക്ക് പോകാൻ ഏറെ സാധ്യതയുള്ളതുകൊണ്ട് വിൽപ്പനയൊക്കെ വേണമെങ്കിൽ അല്പം ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. എപ്പോഴും സീനിയേഴ്സിൻ്റെ സ്ഥാനീയരുടെയൊക്കെ ഉപദേശത്തോടുകൂടി മാത്രമേ എന്ത് കാര്യങ്ങളിലും മുന്നോട്ട് പോകാവുന്നുള്ളതാണ്. പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ നഷ്ടങ്ങളുടെ ഒരു സാധ്യത ഏറെയുള്ള ഒരു കാലമാണ്. എന്നാൽ ബാധ്യതയുള്ളവർക്ക് ചില അനുകൂലമായിട്ടുള്ള, കടമൊക്കെ ഉള്ളവർക്ക് ചില അനുകൂലമായിട്ടുള്ള സൂചനയൊക്കെ വരാം. ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കുവാനോ, ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വരാനോ, ചിട്ടി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരാനോ ഒക്കെയുള്ള ഭാഗ്യമുള്ളതുകൊണ്ട് ബാധ്യതയുള്ളവർക്ക് ചില നേട്ടങ്ങളുടെ സൂചനയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ശരീരത്തിന് ക്ഷീണം, പഠിത്ത കാര്യങ്ങളിൽ താല്പര്യ കുറവ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പുതിയ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയവർക്ക് പോലും ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഈ കോഴ്സ് എന്നൊക്കെയുള്ളൊരു സംശയം വരാം. ആത്മവിശ്വാസക്കുറവ് പ്രകടമാകുന്ന ഒരു കാലമായതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം, അതാണ് ഏറ്റവും പ്രധാനം. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. ഇത് ദിവസവും 18 പ്രാവശ്യം ജപിച്ച് മുന്നോട്ട് പൊക്കോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങും. ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല സമയമല്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പ്രണയകാര്യങ്ങൾക്കൊട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. സൗഹൃദം കൊണ്ട് പ്രയാസങ്ങളോ സൗഹൃദം ബാധ്യതയായി തീരുകയോ ചെയ്യുന്നൊരു കാലമായതുകൊണ്ട് സൗഹൃദത്തിൻ്റെ കാര്യങ്ങളിലും ഒരു റെസ്ട്രിക്ഷൻ വേണം. കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി സമർപ്പണ മനോഭാവത്തോടെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു നേട്ടം ലൈഫിനകത്തൊരു ഗെയിൻ വരികയുള്ളൂ എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. ഓം നമഃ ശിവായ ദിവസവും
108 പ്രാവശ്യം ജപിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട്, വീഴ്ചാമുറിവിനുള്ളൊരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് മഹാദേവ പ്രീതി തീർച്ചയായിട്ടും സഹായിക്കും. ശിവക്ഷേത്ര ദർശനം ഉത്തമം എന്നുള്ള കാര്യവും അറിയുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാനായി ഈ പ്രാർത്ഥന വളരെയധികം സഹായിക്കും. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അലച്ചിലുണ്ടാകാം. അലച്ചിലുകൊണ്ട് ചെറിയ നേട്ടങ്ങളും വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപ്പോൾ അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ദൃശ്യമാകും. ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുന്ന ഒരു കാലമാണെന്നും പ്രത്യേകിച്ച് അറിയുക. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ആരുടെയെങ്കിലും സഹായമോ കുറച്ച് ക്യാഷ് വന്നു ചേരാനോ ഒക്കെയുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടി മുതലായ കാര്യങ്ങളോ ഒക്കെ വന്നു ചേരുവാനും ഭാഗ്യമുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. ക്യാഷ് ഡീലിങ്സിലൊക്കെ കുറച്ച് പണം ചിലവായാൽ പോലും വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യം തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള വ്യാഴനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഇത് 9 പ്രാവശ്യം ജപിച്ചോളൂ. തടസ്സങ്ങൾ, എല്ലാ കാര്യത്തിലെയും തടസ്സങ്ങൾ നീങ്ങും. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട്, അതും അങ്ങോട്ട് നീങ്ങുള്ളൂ. പ്രായമായവർക്ക്, പ്രത്യേകിച്ച് 48 വയസ്സ് കഴിഞ്ഞവർക്കാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഏറെ കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പ്രാർത്ഥന, വ്യാഴപ്രീതി തീർച്ചയായിട്ടും പ്രയാസങ്ങൾ നീക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിലാണ്. ധാരാളം മെയിൽസ് വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ മെയിൽ ചെയ്യുക. മറുപടി ഈ പ്രോഗ്രാമിലൂടെ തന്നെ ലഭിക്കും. ആദ്യത്തെ മെയില് മിസ്സസ് രഞ്ജിത നാഥാണ്. രഞ്ജിത നാഥ്, നല്ലാലം, കാലിക്കറ്റിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. മകൻ +2, ഏത് ഫീൽഡാണ് അനുയോജ്യം? തിരുവാതിര നക്ഷത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് ഫീൽഡ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അക്കാഡമിക് എക്സലൻസ് ഒരു പ്രാധാന്യമുള്ള ഘടകമാണ്. ഇതുവരെ ആയിട്ടുള്ള പെർഫോമൻസ് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ അത് പറയാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ജാതകം അനുസരിച്ച് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് അനുയോജ്യം. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് MBBS അപ്പോൾ മെഡിക്കൽ ഫീൽഡ് അത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് നന്നായിരിക്കും. ആയുർവേദം നല്ലതാണ്, മെഡിക്കൽ MBBS നല്ലതാണ്, ആയുർവേദം നല്ലതാണ്, നഴ്സിംഗ് നല്ലതാണ്, മെഡിക്കൽ ടെക്നോളജി നല്ലതാണ്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സും, പെർഫ്യൂഷൻ പോലെയുള്ള കോഴ്സും അതുമൊക്കെ നല്ലതാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ദ ബേസിക് ഇൻ്റലിജൻസ് കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ജലരാശി ആയതുകൊണ്ട് വിദേശ യോഗമുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ജലരാശി വരുന്നു എന്നുള്ളതുകൊണ്ട് വിദേശ യോഗവുമുണ്ട് എന്നുള്ള കാര്യം അറിയാം. എന്തായാലും ഭാവി നല്ലതാണ്. എന്നാൽ ഇപ്പോൾ അത്ര നല്ല സമയമല്ല. പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യവും അറിയാം. സന്തോഷമായിരിക്കാം. മിസ്സസ് ബീന സെബാസ്റ്റ്യൻ, എലഹങ്ക, ബാംഗ്ലൂർ, 46 വയസ്സ്, തിരുവോണം നക്ഷത്രം. ഫുഡ് ഐറ്റം സപ്ലൈ ആണ്. ചെറിയ രീതിയിൽ കേറ്ററിംഗ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായി സെയിൽസ് ഹാസ് കം ഡൗൺ ലൈക്ക് എനിത്തിങ്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം കടം വന്നിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ് തുടരണമോ അതോ പുതിയ ജോലിക്ക് പോകണോ എന്നാണ് ചോദിക്കുന്നത്. തിരുവോണം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പണച്ചെലവ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പിന്നെ ക്യാഷ് മാനേജ് ചെയ്യുന്നതിൽ ഒരു കഴിവ് കുറവ് കാണുന്നുണ്ട്. എന്നാലും ഇത്രയും കാലം ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ തുടരുക. എന്നാൽ ക്യാഷ് ഡീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ ആരുടെയെങ്കിലും ഒരു സഹായം കൂടി വേണം എന്നുള്ള കാര്യം അറിയാം. എന്തായാലും ലാഭത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ 9 മാസത്തിനകം തന്നെ ഈ ഇപ്പോൾ നടത്തുന്ന ഈ ഫുഡ് ഐറ്റംസിൻ്റെ ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ KVK ഭട്ടതിരി എന്നാണെന്ന് തോന്നുന്നു. ഭട്ടിരി, അന്ധേരിയിൽ നിന്നാണ് മെയിൽ. മകൾ 33 വയസ്സ്, മൂലം നക്ഷത്രം, വിവാഹം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IT ഫീൽഡാണ്. ഒരു റിലേഷൻഷിപ്പ് 7 ഇയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. 2022 അത് ബ്രേക്കപ്പായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ നിരാശയിലാണ്. എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ കാലം ദശാപഹാരങ്ങളിലും ചാരവശാലുള്ള ഫലത്തും ഒട്ടും അനുകൂലമായിരുന്നില്ല. പ്രത്യേകിച്ച് 2022 എന്ന് പറയുന്ന ഒരു ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരുന്നില്ല. അക്കാലത്താണ് ഈ ബ്രേക്കപ്പ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കാം. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 7ാം ഭാവത്തിന് ബലമുണ്ട്. ഇപ്പോൾ അല്പം വൈകിട്ടുണ്ട്, 33 വയസ്സ്. പക്ഷേ വിവാഹ യോഗമുള്ള ജാതകമാണ്. വിവാഹത്തിൽ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി ഒരു 6 മാസം കൂടി കഴിയണം. 2024 ചിങ്ങമാസം മുതൽ ഒരു സെപ്റ്റംബർ മുതൽ 9 മാസത്തിനകം വിവാഹം നടക്കാനും നല്ല വിവാഹം ലഭിക്കുവാനും വിവാഹത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കുക, എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇനി അടുത്ത മെയിൽ മിസ് ഉഷ പുനലൂരിൽ നിന്നാണ്. മകം നക്ഷത്രം, 28 വയസ്സായി, ചൊവ്വാദോഷമുണ്ടോ? 7ൽ ചൊവ്വയുണ്ടെന്നാണ് പറയുന്നത്. 7ൽ ചൊവ്വയുണ്ട്, ശരിയാണ്. പക്ഷേ സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് തന്നെ വലിയ പാപത്വം വിധിക്കേണ്ട കാര്യമില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. മകം നക്ഷത്രമല്ല, മകയിരം നക്ഷത്രമാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നല്ല വിവാഹം തന്നെ വരികയും ചെയ്യും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. 2025 അവസാനം മുതലാണ് നല്ല സമയം. 2026 ഒരു സെറ്റിൽഡ് ലൈഫ് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ ചൊവ്വാദോഷത്തെക്കുറിച്ച് ഓർത്തൊട്ടും വിഷമിക്കേണ്ട. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ. നല്ല വിവാഹബന്ധം ലഭിക്കും എന്ന് മാത്രമല്ല, നന്നായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും. അല്പം ഒരു കോപ സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നു ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ. അതുകൊണ്ട് കോപ സ്വഭാവം ഒന്ന് നിയന്ത്രിച്ചോളൂ. എന്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോഴും ഹരേ രാമ ജപിച്ചിട്ട് പ്രതികരിച്ചോളൂ, അല്ലെങ്കിൽ സംസാരിച്ചോളൂ. അപ്പോൾ നമ്മളൊരു കൺട്രോൾ വരും. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സിൽ ഈ പ്രാർത്ഥന വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരാനുള്ള യോഗമുണ്ട്. സന്തോഷമായിരിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ അറിയിക്കുക. എന്താണ് അറിയേണ്ടതെന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും. കഴിയുന്നതും വരുന്ന മെയിൽസിന് മറുപടി നൽകുവാൻ ശ്രമിക്കും. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയാചാര പ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും എന്നുള്ളതിലും സന്തോഷമായിരിക്കുക. എല്ലാവർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.